ചേട്ടാ, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഈ ഫാമിലി വ്ളോഗേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. ഫാമിലി വ്ളോഗേഴ്സിൽ തന്നെ ഈ അമ്മമാരായിരിക്കാം കുട്ടികളുടെ ഓരോ മൊമെന്റ്സും ക്യാപ്ചർ ചെയ്ത് അതിങ്ങനെ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും അത് നമ്മുടെ ഇവിടുത്തെ പ്രേക്ഷകരിൽ നിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരു നെഗറ്റീവില് അഭിപ്രായം പറയാറുണ്ട്. ഒരു കുട്ടിയല്ലേ, അല്ലെങ്കിൽ ഒരു മൈനർ അല്ലേ, ആ ഒരു മൈനർ കുട്ടിയുടെ എല്ലാത്തരം മൊമെന്റ്സും ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നത് ഒരു മോശം കാര്യമല്ല, അങ്ങനെ കുറെ നെഗറ്റിവിറ്റി ഒക്കെ നമ്മളും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ബ്ലോഗറാണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ തന്റെ ഡെയിലി ലൈഫിനെ പറ്റി ഇങ്ങനെ പറയുകയാണ്. തന്റെ അമ്മ ഒരു സ്വകാര്യത ഇല്ലാത്ത ജീവിതമാണ് തനിക്ക്. എല്ലാത്തരം അവരുടെ വീട്ടിലെ എല്ലാ മൊമെന്റ്സും ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടി പങ്കുവെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കുട്ടിയുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ ആണെങ്കിൽ വളരെ വലിയ വ്യൂവേഴ്സ് ആണ് ആ വീഡിയോസിനൊക്കെ കിട്ടുന്നത്. ആ കുട്ടി സംസാരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മുഖം ഒന്നും ബ്ലർ ചെയ്യാതെ തന്നെയാണ് ഇടുന്നത്. അപ്പൊ അതിന്റെ പ്രൈവസിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അത് ബാക്കിയുള്ളവരുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ താൻ എന്താണ് അതിൽ ചെയ്യേണ്ടതെന്ന്. കാരണം ഈ വീഡിയോസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കമന്റ്സ് ഇല്ലെന്നാണ് ആ കുട്ടി പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു കൗമാരക്കാരി അല്ലേ, മൈനർ അല്ലേ, മൈനറിന്റെ വീഡിയോസ് ഇങ്ങനെ ഇടാൻ പാടുണ്ടോ എന്ന രീതിയിൽ കമന്റ് ഒന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡബിൾ ആണ്. അപ്പൊ ഇതിന് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. കുട്ടിയുടെ സ്വകാര്യത അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ ആ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, അങ്ങനെ കുറേ അധികം. അപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ കുറേ അധികം വ്ളോഗേഴ്സിനെ പറ്റി ചിന്തിച്ചത്. അല്ലെങ്കിൽ ആ കുട്ടി സ്കൂളിൽ പോകുന്നവരോ സ്കൂളിൽ ഉൾപ്പെടെ അത് കഴിക്കുന്നത് നിൽക്കുന്നതും എല്ലാ രീതിയിലുള്ള സാധനം വളരെ ക്യൂട്ട്നെസ് ആയിട്ടൊക്കെ എടുത്ത് ആ വ്യൂവേഴ്സിനെ മുമ്പിലേക്ക് വരിക. അല്ലെങ്കിൽ കുട്ടി സെലിബ്രിറ്റി ആക്കാനുള്ള ശ്രമമാണോ നമ്മുടെ ഇവിടുത്തെ പേരൻസ് നടത്തുന്നത്? അല്ല, കേരളത്തിലെ ഏറ്റവും സബ്സ്ക്രിപ്ഷൻ ഉള്ള ചാനലുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ ഒരു ഫാമിലി വ്ളോഗർക്കാണ് ഉള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സബ്സ്ക്രിപ്ഷൻസ് ഉള്ളത്, അതായത് ചാനലുകളെ അപേക്ഷിച്ച്, അതായത് മെയിൻ സ്ട്രീം മീഡിയാസിനെ പോലും കടത്തി വെട്ടിക്കൊണ്ടാണ് ഇവിടെയുള്ള ഫാമിലി വ്ളോഗേഴ്സിന് ഏത് രീതിയിൽ കിട്ടുന്നത്, ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻസ് കിട്ടുന്നത്. അത്രയും അധികം ആരാധകരുണ്ട് അവർക്ക് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഒരു ഏറ്റവും ഡിമാൻഡബിളായി നിൽക്കുന്ന ഒരു ഫാമിലി വ്ളോഗർ, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കുറച്ച് സമയം മാത്രമേ അവരുടെ ജീവിതം കാണിക്കാറുള്ളൂ എന്നതാണ്. അതായത് വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും കുറേ അധികം ആളുകൾക്ക് സഹായമൊക്കെ ചെയ്യുകയും പിന്നെ അവരുടെ വീഡിയോകളിലൂടെ തന്നെ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടെ ആളുകൾക്ക് ഒരു ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആളുകൾക്ക് ഒരു സന്ദേശം നൽകുന്ന തരത്തിലുള്ള വീഡിയോസുകളാണ് അവർ ഇടുന്നത് എന്നത് ഏറെ ഗുണകരമാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതായത് എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഒരു ലൈഫിനെ വിറ്റ് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെയിം വാങ്ങുക എന്ന് പറയുന്ന കുറേ അധികം ആളുകളുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വിവാഹ ജീവിതം മുതൽ രാത്രി കിടക്കുന്നത് മുതൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഉള്ള കാര്യങ്ങൾ വ്ളോഗാക്കി ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി രാത്രി കിടന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ, അതിന് ഈ പുതപ്പെട്ട് മൂടുന്നത് വരെ കാര്യങ്ങൾ വ്ളോഗ് ചെയ്തിട്ട് ബൈ എന്നൊക്കെ പറഞ്ഞു പോകുന്ന വ്ളോഗ് നമുക്ക് കാണാൻ പറ്റുകയും. പക്ഷെ ഇത് വലിയ ഈ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, മറ്റൊരാളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് മനുഷ്യൻ. ആ ക്യൂരിയോസിറ്റിക്ക് അപ്പുറത്തേക്ക് വേറെ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് സൈക്കോളജി ഇതുവരെ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. മറ്റൊരുത്തൻ്റെ ലൈഫ് എന്ത് ചെയ്യുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ വീടിൻ്റെ അകം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് വീട്ടിനുള്ളിൽ പെരുമാറുന്നത്, അവർ പുറത്ത് കാണുന്നത് പോലെ തന്നെയാണോ. ഇപ്പം ഞാനും ആതിരയും ഇവിടെ സംസാരിക്കുന്നു. ഈ എൻ്റെയും ആതിരയുടെയും പേഴ്സണൽ ലൈഫ്, അതായത് ആതിരയുടെ പേഴ്സണൽ ലൈഫും എൻ്റെ പേഴ്സണൽ ലൈഫും എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിനാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുക. കാര്യം ഇവർ സ്റ്റുഡിയോ റൂമിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന പോലെ തന്നെയാണോ അല്ലാതെ സംസാരിക്കുന്നത്, ഇവരെങ്ങനെയാണ് നിൽക്കുന്നത്, ഇവരുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരിക്കും, ഇവരുടെ വീട്, ഇവരുടെ കാര്യം, ഇവരുടെ ഫുഡ്, ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമാ നടന്മാരുടെയൊക്കെ പേഴ്സണൽ വ്ളോഗ്സിന് വളരെയധികം കിട്ടുന്നത്, ഈ പ്രചാരം കിട്ടുന്നത് എന്ന് പറയാം. അപ്പോൾ അതിനെ അതുപോലെ തന്നെ അനുകരിച്ചുകൊണ്ട് കുറേ അധികം സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആളുകൾ ഇപ്പോൾ ഉണ്ട്. അത് റീല് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാതെ തന്നെ അവരുടെ സ്വന്തമായിട്ട് ഇപ്പം ഞാൻ എഴുന്നേൽക്കുന്നു, ഞാനിതാ കുളിക്കാൻ പോകുന്നു, ഞാനിതാ ഫുഡ് ഉണ്ടാക്കുന്നു, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വ്ളോഗ് ഇടുന്ന ആൾക്കാരുണ്ട്. അതവിടെ മാറ്റി നിർത്താം. പക്ഷേ നേരത്തെ ആതിര സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഒരു പ്രായപൂർത്തിയാകാൻ പോകുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ കൗമാര പ്രായക്കാരിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ പോലും ഈ വ്ളോഗിങ്ങിൽ ഉൾപ്പെടുത്തുകയാണ്. അത് അവരുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വ്ളോഗ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവിടെ എന്താ കാര്യം, ഇവിടെ ആ പെൺകുട്ടി തന്നെ പറയുകയാണ് തനിക്കൊരു പ്രൈവസി ഇല്ല.
താൻ ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയായത് കൊണ്ട് തന്നെ 24 മണിക്കൂർ ഈ വ്ലോഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ നമുക്കൊരു ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രൈവസി മസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് അതിപ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നെങ്കിലും നമുക്കിപ്പോ പ്രൈവസി ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം ഒരു സ്വകാര്യത ആവശ്യമാണ്. കാരണം എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഒരു വ്ലോഗർ ആയതുകൊണ്ട് ആ കുട്ടികളും അല്ലെങ്കിൽ ഒരു ഫാമിലി മൊത്തം അവരുടെ എല്ലാ സ്വകാര്യത എടുക്കാനുള്ള ഒരു അവകാശം നമുക്കില്ല. എനിക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാം, അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ വേറൊരാളെ നിർബന്ധിച്ച് അല്ലെങ്കിൽ നീയും ഈ ഒരു വീഡിയോയിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ കുട്ടികളുടെയോ ഭർത്താവിനെയോ ഭാര്യയോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും നമ്മുടെ വ്ളോഗേഴ്സ് ആരും മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ അവരവർക്ക് അല്ലെങ്കിൽ അവർ പറയുന്നത് അവർ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, നമ്മുടെ ഫെയിമിന് അല്ലെങ്കിൽ നമ്മുടെ റീച്ചിന് വേണ്ടി നിങ്ങൾ എല്ലാവരും നമ്മളോട് സഹകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്കും നമ്മുടെ കൂടെയുള്ളവരുടെ ഒരു സ്വകാര്യതയ്ക്ക് ഒരു മാന്യത നൽകുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ സത്യം? തീർച്ചയായിട്ടും സ്വകാര്യതയ്ക്ക് ഒരു വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സ്വന്തം മകളായാൽ പോലും ആ കുട്ടി സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അവരുടെ പ്രൈവസി, അവരുടെ സ്വകാര്യത, അവർക്കെതിരെയുള്ള കടന്നുകയറ്റങ്ങൾ, ഈ വസ്തു സ്വാതന്ത്ര്യം, ഇതൊക്കെ ഇവർക്ക് എന്താണ് ഭരണഘടന അനുവദിച്ചു കൊടുത്തുള്ള സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറത്തേക്ക് ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ വ്ലോഗ് ചെയ്യുകയും ആ കുട്ടിയെ സമൂഹത്തിലേക്ക് ഇങ്ങനെ വലിച്ചിഴക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായ രീതിയാണ്. അതിന് ഈ കുട്ടിയുടെ മാത്രം കാര്യത്തിലല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും പല ഫാമിലി വ്ളോഗുകളിലും താല്പര്യമില്ലാതെ വന്ന് നിൽക്കേണ്ടി വരുന്ന എത്രയോ അധികം ആളുകളുണ്ട്. അങ്ങനെ ആളുകൾ വന്ന് നിൽക്കേണ്ടി വരികയും അത് ചിലപ്പം ഞാൻ പറഞ്ഞില്ല, ഈ കുട്ടി ഈ വ്ളോഗിങ്ങിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രമായി നിൽക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ കുട്ടിയായിരിക്കും. അപ്പൊ അതിനെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. പക്ഷെ അവിടെ ഈ കുട്ടിയുടെ മാനസിക നില, അവർക്കുണ്ടാകുന്ന ട്രോമ, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന ഇപ്പം ഞാൻ പറയാം, ഒരു പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് പ്രൈവസി കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ ഭയങ്കര ട്രോമയിലോട്ട് പോകും. അത് സീരിയസ് ആണത്. അപ്പൊ അതിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇത് കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടി വരുന്നത്. ഇത് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ വ്ളോഗർമാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഈ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു കാര്യം ഉണ്ടായി. അതായത് തിരുവനന്തപുരത്ത് ഒരു 2 വ്ളോഗർമാർ, അതായത് ഭാര്യയും ഭർത്താവും വ്ളോഗർമാരാണ്, ഫാമിലി വ്ളോഗാണ് ചെയ്യുന്നത്. ഇവർ മരിച്ചു, മരണപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു ആത്മഹത്യ ചെയ്തതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ തമ്മിൽ അത്ര നല്ല നിലപാടിലൊന്നും ആയിരുന്നില്ല. ഇവർ ഈ പുറത്ത് കാണിക്കുന്ന പോലെ ഒന്നും ആയിരുന്നില്ല, വ്ളോഗിങ്ങിൽ കാണിക്കുന്ന ചിരിച്ച മുഖം ആയിരുന്നില്ല അകത്തുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി വ്ളോഗ്സിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പോയി, അത് തന്നെ ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിന്റെ റിയാലിറ്റി എന്നുള്ളത്. നമ്മൾ പോയി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് ക്യാമറ പ്ലേസ് ചെയ്തിട്ടാണ് ഈ എഴുന്നേറ്റ് വരുന്നൊക്കെ കാണിക്കുന്നത്. അല്ലാതെ രാത്രി ഈ ക്യാമറയുടെ ടൈമിംഗ് ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് രാവിലെ അലാം അടിച്ചിട്ട് അങ്ങനത്തെ പരിപാടിയല്ല. എല്ലാം ഒരു റീൽസ് കണ്ടന്റ് ആണ്. ഈ റീൽ കണ്ടന്റ് എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു, വളരെയധികം രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നു. ഈ സാധനം വേറെ ഒരു ഫാമിലിയിലേക്ക് എത്തുകയാണ്. അപ്പൊ എന്റെ ഫാമിലിയിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ, ഞാനെന്താ, അല്ലെങ്കിൽ അവിടെ ഒരു അപകർഷതാ ബോധ ഉടലെടുക്കും. കാരണം ഇവരുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നു, എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്യാത്ത? ഇതൊക്കെ സത്യത്തിൽ ഇതൊരു റിയാലിറ്റി എന്നുള്ള സാധനം ഇല്ല. ഇവർക്ക് ഇതിൽ നിന്ന് റവന്യൂ കിട്ടുന്നത് കൊണ്ട് ഇവരെന്തും ചെയ്തിടുന്നതാണല്ലേ? അത് തന്നെയല്ലേ സത്യം? കാരണം റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫാണ് കാണിക്കുന്നത്. റിയൽ ലൈഫ് പോലെ റിയൽ ലൈഫ് കാണിക്കുകയാണ്. എന്നിട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് വിളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് എന്ത് കോണ്ടന്റ് ആണ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതിൽ നിന്ന് എന്തൊരു സന്ദേശമാണ് ലഭിക്കുന്നത്? കാരണം ചില വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇരിക്കും, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു സാധനം തന്നെയാണ്. ഇതിന് ഇത്രത്തോളം വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി സംതിങ് സ്പെഷ്യൽ എന്തെങ്കിലും കാണുമ്പോഴല്ലേ നമ്മൾ കൂടുതലായിട്ടും അതിൽ ആകർഷണമാകേണ്ടത്, അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ടതും. അവർ ലൈഫിലൊക്കെ ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മളുടെ സമയം, നമ്മുടെ ഏറ്റവും വിലപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയം തന്നെയാണ്. ആ സമയം എടുത്ത് നമ്മൾ അവരുടെ വ്ളോഗിരുന്ന് കണ്ട് അവർക്ക് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താണ് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ കാര്യം. അതായത് മറ്റൊരു മനുഷ്യന്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത് കാണാനുള്ള ക്യൂരിയോസിറ്റിയും ആകാംക്ഷയും ഇത് മനുഷ്യന് വളരെ രീതിയിൽ കൂടുതലാണ്. കുട്ടികൾ ഇരയാക്കപ്പെടുമ്പോഴാണ്. കാരണം ഈ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കൗമാരക്കാര് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഇത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് കൊണ്ട് തന്റെ പ്രൈവസിയാണ് പോകുന്നത്, ഇങ്ങനൊന്നും ചിന്തിക്കാനുള്ള ഒരു രീതിയൊന്നും കുട്ടികൾക്കില്ല. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയൊക്കെ പറയുന്നതൊക്കെ ഇതാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കി എടുക്കുന്ന അങ്ങനെയാണത്. പക്ഷെ അത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്, അവർക്കല്ലേ തീരുമാനം എടുക്കാനുള്ള ഒരു റൈറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടത്. ശരി, എന്താന്ന് വെച്ചാൽ
ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്ക് ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ പിന്നെ രക്ഷിതാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കണ്ണ് മഞ്ഞയായി പോയ ആളുകളാണ്. ഇവർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള ശേഷിയോ ബോധമോ ഒന്നും വരുന്നില്ല. ഈ അടുത്തൊരു കേരളത്തിലെ ഒരു പ്രമുഖ വ്ളോഗർ വളരെ സ്നേഹത്തോടു കൂടി തൻ്റെ ഭാര്യയെ അമ്മായി അച്ഛനും പെങ്ങളും ഒക്കെ കൂടെ ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടെ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടു. അവസാനം പറയുകയാണ് എന്നെ അടിച്ചു പുറത്താക്കുന്നു, എൻ്റെ ഭാര്യയെ മർദ്ദിച്ചു, ഞങ്ങൾ ജീവിക്കാനില്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മറ്റുള്ള മലയാളികൾ സീരിയൽ പോലെ ഒരു വേറൊരു ഇതായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന പോലെ ഫാമിലി വ്ളോഗിങ്. സത്യസന്ധമായ കാര്യങ്ങളൊന്നും അല്ല ഇവർ കൊടുക്കുന്നത്. ഇവർ ഇതിന്റെ മുന്നിൽ വന്ന് അഭിനയിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ചില ഒരു കൃത്യമായ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ പറയുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ചുള്ളതല്ല. ഇപ്പൊ നമ്മുടെ സ്ഥിരമായി നടക്കുന്ന ലൈഫിൽ തന്നെ അത് കുറച്ചും കൂടി പക്വതയോടുകൂടി ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന സാധനമാണ്. ഇത് കണ്ടിട്ട് ആളുകൾ വിചാരിക്കും ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിൽ എന്തായാലും നടക്കാത്ത, എൻ്റെ വീട്ടിൽ എന്തായാലും നടക്കാത്ത, ഞങ്ങളെന്തോ മോശക്കാരാണെന്ന്. ഇതൊന്നും അല്ല. മലയാളി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതൊരു ഇപ്പോൾ സിനിമാ നടന്മാരുടെ ലൈഫ് ആയാൽ പോലും വളരെ ഏത് സമയവും വളരെ കൃത്യമായി നടക്കുന്ന ആളുകളാണ് സിനിമാ നടന്മാർ. പക്ഷെ അവരുടെ വീഡിയോയിൽ പോയി നോക്കിയാൽ അറിയാം അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത്. മീൻസ് അങ്ങനെ മോശമായിട്ടല്ല പറഞ്ഞത്. ഒരു മനുഷ്യൻ വ്യക്തിപരമായിട്ട് ക്ഷീണിച്ച് വന്നാൽ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങുന്ന, എങ്ങനെ ഒന്ന് ഷർട്ടയച്ച് കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കുന്ന ഒരു സാമാന്യ മലയാളിയുടെ കാഴ്ചപ്പാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ വ്ളോഗേഴ്സ് അത് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത്തരത്തിൽ ശ്രമിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ അവകാശം, ഭാര്യയുടെ അവകാശം, ഭർത്താവിന്റെ അവകാശം, നിർബന്ധിതമായി പെൺകുട്ടികളിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, മകനെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും.